അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ചാപ്റ്റർ 7 ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ആളുകളൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ഗതാഗതമൊക്കെ? അന്നൊക്കെ ആളുകൾ നടന്നൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ. പിന്നീട് കാളവണ്ടി ഒക്കെ വന്നു. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് വാഹനങ്ങൾ ഒരുപാടുണ്ട്, പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം അല്ലേ. വിമാനം മുതൽ സ്പീഡ് ബോട്ട്, വിമാനം, കപ്പൽ, അങ്ങനെ ഒരുപാട് ജലഗതാഗതം മുതൽ റോഡ് മാർഗം മുതൽ ഒരുപാട് ഗതാഗത സംവിധാനങ്ങളുണ്ട്. പിന്നെ ആശയവിനിമയ രംഗത്തും പണ്ട് എന്തായിരുന്നു അവസ്ഥ? അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയിക്കണമെങ്കിൽ പോലും നടന്നു പോയി, ദൂരെയുള്ളവരെ നടന്നു പോയി അറിയിക്കണമായിരുന്നു. ഇന്നാണെങ്കിൽ നമുക്ക് മൊബൈലും ടെലിഫോണും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഒരു ന്യൂസ് കൊളാബ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. എന്താണ് കൊടുത്തിരിക്കുന്നത്? എർത്ത് ഇൻ ഇന്തോനേഷ്യ, സുനാമി ലൈക്ലി, കോസ്റ്റൽ കമ്മ്യൂണിറ്റി അലർട്ടഡ്. അതായത് ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്ക് സാധ്യത, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. The head of Kottarakara resident transporter from Thiruvananthapuram is brought to Kochi in air ambulance for transplantation. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായിട്ട് കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ചു. ചീഫ് മിനിസ്റ്റർ ഹോൾഡ്സ് എമർജൻസി വീഡിയോ കോൺഫറൻസ് വിത്ത് ദ ഡിസ്ട്രിക്ട് കളക്ടർ ടു കോർഡിനേറ്റ് ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്. അതായത് പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. ലുക്ക് അറ്റ് ദി ന്യൂസ് കൊളാജ് സൈറ്റഡ്. അപ്പോൾ ഈ വാർത്താപ്രകാശമൊക്കെ ശ്രദ്ധിച്ചല്ലോ. ഹൗ കുഡ് ദ ഹെഡ് ബി ക്വിക്ക്ലി ട്രാൻസ്പോർട്ടഡ് ടു കൊച്ചി ഫ്രം തിരുവനന്തപുരം? തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഈ ഹൃദയം കൊച്ചിയിൽ എത്തിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അതെങ്ങനെയാണ് പോസിബിൾ ആയത്? അതായത് ഈ ആധുനിക കാലഘട്ടത്തിൽ എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഗതാഗത സംവിധാനങ്ങളൊക്കെ ഉണ്ട്. This was possible because of the modern systems including air ambulance in the field of transport. Next, in what ways would the coastal people have been alerted? തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയൊക്കെയായിരിക്കും? ഈ കാലഘട്ടത്തിൽ TV, റേഡിയോ, മൊബൈൽ ആ വഴിക്കൊക്കെ അറിയിക്കാം അല്ലേ. ഇറ്റ് വാസ് അനൗൺസ്ഡ് ത്രൂ മീഡിയ സച്ച് ആസ് റേഡിയോ ആൻഡ് TV, ഇൻഫോംഡ് ത്രൂ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയിക്കാം. ഹൗ ആർ ദി ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്ക്ലി? അപ്പോൾ എങ്ങനെയാണ് ഈ ദുരിതാശ്വാസം, അതായത് പ്രളയം വന്നപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചത് എങ്ങനെയാണ്? All these instances demonstrate the relevance of transport and communication systems in our day-to-day life. അപ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഈ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. അതിൻ്റെ പ്രസക്തിയെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആർ ദി മീൻസ് ഓഫ് ഓവർകമ്മിങ് ദി ഫിസിക്കൽ ഡിസ്റ്റൻസ് എമംഗ് പീപ്പിൾ. This is an effective system to connect people considering the distance between them. The transportation system helps to move people or goods from one place to another. Communication involves transferring ideas or messages from one source to another. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ ഈ മനുഷ്യർക്കിടയിലുള്ള അകലമൊക്കെ കുറഞ്ഞു അല്ലേ. ഈ പുതിയ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം അത് മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ ഒരു സംവിധാനമാണിത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. പിന്നെയോ സന്ദേശങ്ങളോ, ഒരു ആശയവിനിമയം ഒരാളെ അറിയിക്കണമെങ്കിൽ ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ടു മൂവ് പീപ്പിൾ ഓർ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഓർ മെസ്സേജസ് ഫ്രം വൺ സോഴ്സ് ടു അനദർ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ
ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. This is a page from Ninu's postal stamp album. These are the stamps issued by the Indian Postal Department on the evolution of the transport system over the years. Find out the vehicles that are featured on the stamps. എന്താണ് പറയുന്നത്? ഒരു പിക്ചർ ഉണ്ടല്ലേ, ഇത് നീനുവിൻ്റെ തപാൽ സ്റ്റാമ്പ് ശേഖരണത്തിലെ ഒരു പേജാണിത്. അപ്പോൾ ഇത് വിവിധ കാലഘട്ടങ്ങളിൽ ഗതാഗത വികസനത്തെക്കുറിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ്. സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഏതൊക്കെയാണ് വാഹനങ്ങളെന്ന് നിങ്ങൾ പിക്ചർ നോക്കി മനസ്സിലാക്കുക. പല്ലക്കുണ്ട്, ലോറിയുണ്ട്, സൈക്കിളുണ്ട്, പിന്നെ റിക്ഷയുണ്ട്, കാറുണ്ട്, ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. Are the vehicles seen on the stamps in use nowadays? അതായത് ഈ സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളവയാണോ? ആണോ? ലോറിയൊക്കെ ഉണ്ടല്ലേ, ലോറി, പിന്നെ എന്താണ്, സൈക്കിൾ, ബസ്, ഇതൊക്കെ ഉണ്ടല്ലേ. പല്ലക്കൊന്നും ഇല്ല. റിക്ഷ നമ്മുടെ നാട്ടിലധികം കാണാറില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ റിക്ഷയൊക്കെ കാണുന്നുണ്ട്. You know that man is the only creature that uses vehicles. Earlier, instead of vehicles, animals like elephant, horses, bull and camel were used for transportation. For what purposes do humans use vehicles today? ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഏക ജീവി വർഗം എന്നുള്ളത് മനുഷ്യരാണ് അല്ലേ? അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? എന്തിനൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? ഫോർ ട്രാവലിംഗ്, സഞ്ചരിക്കുന്നതിന് അല്ലേ, സഞ്ചാരത്തിന് വേണ്ടി. ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ചരക്കുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന്. പിന്നെ എന്തിനൊക്കെയാണ്? ഒരുപാട് ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെ നമുക്ക് രണ്ടെണ്ണം എഴുതാം. ഡെലിവറി സർവീസസ് അല്ലേ? ഈ ഡെലിവറി സർവീസസ്, അതായത് സാധനങ്ങളൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ തന്നെയാണ് കൊണ്ടുതരുന്നത്. പിന്നെ എന്താണ്? കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ഈ കൺസ്ട്രക്ഷൻ, അതായത് ഈ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കല്ല്, മണ്ണ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിന് എന്ത് വേണം? വാഹനങ്ങൾ വേണം. എല്ലാ ആവശ്യങ്ങൾക്കും വാഹനങ്ങൾ വേണം. നമുക്ക് സ്കൂളിലേക്ക് പോകുവാനും ജോലിക്ക് പോകുവാനും എല്ലാത്തിനും തന്നെ വാഹനങ്ങൾ ആവശ്യമാണ്. അടുത്തത്, how might humans have met these needs before the invention of vehicles? ഈ വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കാം നിറവേറ്റിയിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കാം? കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓൺ ഫുട്ട്, അതായത് നടന്നു പോവുകയാണ്, അതായത് കാൽനടയായിട്ട് ഇങ്ങനെ നടക്കുന്നു. രണ്ടാമത്തെ പിക്ചർ, ബൈ ക്യാരി ഓൺ ദി ഹെഡ്, തലച്ചുമടായിട്ട് കൊണ്ടുപോവുകയാണ്, തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നു സാധനങ്ങൾ. അടുത്തത്, യൂസിങ് അനിമൽസ്, മൃഗങ്ങളുടെ പുറത്ത് സാധനങ്ങളൊക്കെ കെട്ടി വെച്ച് കൊണ്ടുപോകുന്നു. ഇനി ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വായിക്കാം. വെഹിക്കിൾ. ദി ടേം വെഹിക്കിൾ ഇൻ മെനി ഇന്ത്യൻ ലാംഗ്വേജസ്, വാഹനം മീൻസ് എ ഡിവൈസ് ടു ക്യാരി വെഹിക്കിൾസ് ആർ മെക്കാനിക്കൽ, നോൺ മെക്കാനിക്കൽ സിസ്റ്റംസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണം. അപ്പോൾ മനുഷ്യ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് വെയർ ദി ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്സ്? അപ്പോൾ ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് തലച്ചുമടയെ കൊണ്ടുപോകുന്നതും ഈ മൃഗങ്ങളുടെ പുറത്തൊക്കെ കൊണ്ടുപോകുന്നതും അതിനൊക്കെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു? ഒരെണ്ണം കൊടുത്തിരിക്കുന്നുണ്ട്. ദി ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപാട് സാധനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു കഴുതയുടെയോ കുതിരയുടെയോ പുറത്ത് ഇതെല്ലാം കൂടി കൊണ്ടുവയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പം അങ്ങനെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്താം? പിന്നെ ഒരുപാട് സമയം എടുക്കണമായിരുന്നു അല്ലേ? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് എത്തിക്കാൻ ഒരുപാട് സമയം എടുക്കണമായിരുന്നു. ഇറ്റ് വുഡ് ടേക്ക് എ ലോങ് ടൈം. പിന്നെയോ ഈ യാത്ര എന്ന് പറയുന്നത് കഠിനമായിരുന്നു, ദുഷ്കരമായിരുന്നു. ദി ജേർണീസ് വെയർ വെരി ഡിഫിക്കൽട്ട്. നെക്സ്റ്റ്,
Humans developed vehicles to overcome the limitations mentioned above. The invention of wheels became the basis of changes in the field of transport. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലിമിറ്റേഷൻസ് വായിച്ചല്ലോ. അപ്പോൾ ഈ ലിമിറ്റേഷൻസ്, ഈ പരിമിതികളൊക്കെ മറികടക്കാനാണ് മനുഷ്യർ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. അപ്പോൾ ചക്രം കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വന്നത്. ഫ്രം വീൽ ടു വെഹിക്കിൾ, ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. ദി ഇൻവെൻഷൻ ഓഫ് ദി വീൽ വെഹിക്കിൾ ചേഞ്ച്ഡ് ദി ലൈവ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് did not happen in a single day. Realizing that rolling objects on a rounded wooden log would make it easier to carry, people made wheels by making the log smaller and smaller. എന്താണ് പറയുന്നത്? മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഈ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഒറ്റ ദിവസം കൊണ്ടല്ല മനുഷ്യൻ ചക്രം കണ്ടുപിടിച്ചത്. ചിത്രങ്ങൾ കണ്ടില്ല, താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ ഉരുളൻ മരത്തടി, അതിൻ്റെ മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം, അതായത് ഭാരങ്ങൾ വെയിറ്റൊക്കെ എളുപ്പമാകും എന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഈ ഉരുളുകളെ ചെറുതാക്കി ചെറുതാക്കി ചക്രങ്ങളാക്കി. ഉരുണ്ട തടി, ഇങ്ങനെ ഉരുണ്ട കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മീതെ ഇതേപോലെ വെച്ച് നീക്കിക്കഴിഞ്ഞാൽ എത്ര ഭാരമുള്ളതും പെട്ടെന്ന് നീക്കാം എന്ന് മനുഷ്യന് മനസ്സിലായി. ഇങ്ങനെ ഓരോരോരോ, അത് ഒരുപാട് കാലഘട്ടം കൊണ്ടാണ് മനുഷ്യന് മനസ്സിലായത്. അപ്പം ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉരുളൻ തടികളെയൊക്കെ ചെറുതാക്കി ചെറുതാക്കി അവർ ചക്രങ്ങളാക്കി. ദി പിക്ചേഴ്സ് ഷോസ് ദി പാർട്സ് ഓഫ് എ 4500 years old wheel found on the shores of Lake Zurich in Switzerland in 1976. Part of this wheel made of maple planks is preserved in the Swiss National Museum. അപ്പം എന്താണ് ഈ ബോക്സ് കൊടുത്തിരിക്കുന്നത്? 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇത് കണ്ടുപിടിച്ചത് 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്നാണ്. ഇത് മേപ്പിൾ മരപ്പലകൾ കൊണ്ടാണ് ഈ ചക്രം നിർമ്മിച്ചിരിക്കുന്നത്. മേപ്പിൾ ട്രീ, അതിൻ്റെ പലക കൊണ്ടാണ്, ആ മരത്തിൻ്റെ പലക കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ നാഷണൽ മ്യൂസിയത്തിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഭാഗം. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം താഴെ പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അത് ശ്രദ്ധിച്ച് നോക്കുക. അടുത്തത് Mesopotamia. The Mesopotamians are believed to have made wheels about 5000 years ago. The wheels they made were of 3 thick planks joined together with copper nails pierced into leather straps. The Egyptians and Romans improved the wheel further. The Mesopotamian culture has flourished in the region in and around the present-day Iraq. This area lies between the rivers Euphrates and Tigris. The word Mesopotamia means the land between two rivers. എന്താ പറയുന്നത് മെസപ്പൊട്ടോമിയയെ കുറിച്ച്? ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ ഈ മെസപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം, ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ഈ ചിത്രങ്ങൾ, ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ഈ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിത്രങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ദി ഇമേജസ് ഗിവൻ ഷോ ഹൗ വീൽസ് വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദി പാസ്റ്റ്. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദീസ്? അപ്പോൾ ഈ ചക്രങ്ങൾ മുൻ കാലഘട്ടങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചുവെന്ന് കാണിക്കുകയാണല്ലോ ഈ ചിത്രങ്ങളിലൂടെ.
ഇതിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഈ പിക്ചേഴ്സ് കണ്ടിട്ട് ലഭിക്കുന്നത്? എന്തൊക്കെ മനസ്സിലായി? കൊടുത്തിരിക്കുന്ന പോയിന്റ്സ്: വീൽഡ് കാർട്സ് വെയർ പുൾഡ് ബൈ ഹ്യൂമൻസ്. അതായത് ഈ ചക്രങ്ങൾ ഘടിപ്പിച്ച, ആദ്യകാലത്ത് ഈ തടിയുടെ ചക്രങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു അല്ലേ? ഈ ഉന്തുവണ്ടി, ഇന്നുണ്ട് ഉന്തുവണ്ടികളൊക്കെ. അപ്പോൾ ഈ ഇതുപോലെയുള്ള വണ്ടികളൊക്കെ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. അടുത്തതോ, വീൽഡ് കാർട്സ് വെയർ പുൾഡ് യൂസിങ് ആനിമൽസ്. ഈ വീൽഡ് കാർട്സ് അതായത് ഈ ചക്രങ്ങൾ ഘടിപ്പിച്ച ഈ വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ചും വലിച്ചു കൊണ്ടുപോയിരുന്നു. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾ ഉപയോഗിച്ചും ഇത് വലിച്ചു കൊണ്ടുപോയിരുന്നു. പിന്നെ എന്താണ് നമുക്കിത് നിന്ന് മനസ്സിലാക്കാൻ? അടുത്ത 2 പോയിന്റ് എന്താ എഴുതാം? ഭാരമുള്ള, അതായത് ഹെവി ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാനായിട്ട് എത്തിക്കാൻ അത് എളുപ്പമായിരുന്നു അല്ലേ? ഈസി ടു മൂവ് ഹെവി ഐറ്റംസ്. അപ്പോൾ ഈസി ടു മൂവ് ഹെവി ഐറ്റംസ്. പിന്നെ നമുക്ക് യാത്ര ചെയ്യുവാൻ, അതായത് കൂടുതൽ വേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നു. നടന്നൊക്കെ പോയിരുന്ന സ്ഥാനത്ത് ഈ ചക്രങ്ങൾ ഘടിപ്പിച്ച ഈ ഇതുപോലെയുള്ള ഉന്തുവണ്ടികളൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റിൽ പോകാൻ സാധിച്ചു. ട്രാവൽസ് കുഡ് ബി മെയ്ഡ് ഫാസ്റ്റർ. Earlier, both human-drawn and animal-drawn wheeled carts were used for various purposes of transportation. Such wheeled carts were used to transport goods and for moving humans from one place to another. Later, fuel-powered machines were invented. With the advent of mechanized vehicles, there have been big change in the field of transportation. Gradually, different modes of transport came into practice to move goods and people from one place to another. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ? വിവിധ തരം ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടി, ഭാരം കൊണ്ടുപോകുവാനും പിന്നെ മനുഷ്യർക്ക് പോകുവാനും എല്ലാമായിട്ട് ഈ ചക്രം ഘടിപ്പിച്ച ചക്രവണ്ടികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതെന്തിനൊക്കെയാണ്? ചരക്കുകൾ കൊണ്ടുപോകുന്നതിന്, പിന്നെ മനുഷ്യർക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഇത്തരം ചക്രവണ്ടികളൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി അല്ലേ? ഈ യന്ത്രങ്ങൾ, ഈ മെഷീൻസൊക്കെ പിടിപ്പിച്ച ഈ വാഹനങ്ങൾ, വെഹിക്കിൾസ് വന്നപ്പോൾ ഗതാഗത രംഗത്ത്, ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടായി. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ഒരുപാട് രീതിയിലുള്ള ഗതാഗതങ്ങളുണ്ട് അല്ലേ? വെള്ളത്തിലൂടെ, റോഡിലൂടെ, ആകാശത്തുകൂടെ, അങ്ങനെയൊക്കെ അല്ലേ? അപ്പം വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ അങ്ങനെ മനുഷ്യൻ പ്രയോജനപ്പെടുത്തി തുടങ്ങി. ഒരു ചോദ്യം: Draw pictures showing the progress of transportation from the wheels to the vehicle and conduct an exhibition in the class. ഈ ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്കുള്ള ഗതാഗത പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ വരച്ച് ക്ലാസ്സിൽ പ്രദർശനം സംഘടിപ്പിക്കും. നെക്സ്റ്റ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഗതാഗത മാർഗങ്ങൾ. Observe the flowchart showing the main modes of transport we use today. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മൾ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്: ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. പിന്നെ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്? റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഇൻലാൻഡ് ട്രാൻസ്പോർട്ട്, മാരിടൈം ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിൽ നാഷണൽ എയർവേസ്, ഇൻ്റർനാഷണൽ എയർവേസ്. അപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഗതാഗത മാർഗങ്ങളിൽ കരഗതാഗതം അല്ലേ? കരയിലൂടെ ഉള്ളത് ഏതൊക്കെയാണ്? റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. പിന്നെ ജലഗതാഗതം വാട്ടർ ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്? ഉൾനാടൻ ഗതാഗതവും കടൽ, സമുദ്രം, അതായത് മാരിടൈം എന്ന് പറഞ്ഞാൽ കടലിലൂടെ സമുദ്രത്തിലൂടെയൊക്കെയുള്ള ഗതാഗതം. പിന്നെ എയർ ട്രാൻസ്പോർട്ടേഷൻ ആകാശത്തുകൂടി, വ്യോമഗതാഗതം എങ്ങനെയാണ്? അത് നാഷണലായിട്ടല്ലേ, നമ്മുടെ രാജ്യത്തിനകത്തും പിന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തേക്കും. അപ്പം ദേശീയ വ്യോമഗതാഗതം പിന്നെ അന്തർദേശീയ വ്യോമഗതാഗതം. ലാൻഡ് ട്രാൻസ്പോർട്ട്, കരഗതാഗതം. Land transport is the mode of transport on land. Identify and write down the major modes of land transport from the flowchart.
അപ്പോൾ ഈ കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് അല്ലേ കരഗതാഗതം, അതായത് ഈ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ ഈ കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ ഈ ഫ്ലോട്ട് ചാർട്ടിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ലാൻഡ് ട്രാൻസ്പോർട്ടിൽ ഉൾപ്പെടുന്ന ഏതാണ് കരഗതാഗതത്തിൽ വരുന്നത്? ലാൻഡ് ട്രാൻസ്പോർട്ടിൽ വരുന്ന ഏതാണ്? റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് റെയിൽ ട്രാൻസ്പോർട്ട് അല്ലേ? റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. അതായത് റെയിൽ ട്രാൻസ്പോർട്ട് തീവണ്ടിയൊക്കെ പോകുന്ന തീവണ്ടി പാളങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്താണ് റോഡ് ട്രാൻസ്പോർട്ട്? Don't we need roads for the smooth movement of vehicles? Observe the images given below regarding the formation of roads. എന്താണ് പറയുന്നത്? റോഡ് ഗതാഗതത്തിൽ വാഹനങ്ങളൊക്കെ സുഗമമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ സഞ്ചാരപാതകൾ വേണം അല്ലേ? റോഡുകളൊക്കെ വേണം, നല്ല റോഡുകളൊക്കെ വേണം. അപ്പോൾ ഈ സഞ്ചാരപാതകൾ രൂപം കൊണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നിരീക്ഷിക്കുക. ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? സിംഗിൾ ട്രാക്ക് പാത്ത് എന്ന് വെച്ചാൽ ഒറ്റയടിപ്പാത. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതിയെ വഴിക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഒറ്റയടിപ്പാത എന്നാണ് പറയുന്നത്, സിംഗിൾ ട്രാക്ക് പാത്ത്. രണ്ടാമത്തതോ മഡ് പാത്ത് എന്ന് പറഞ്ഞാൽ മൺപാത. പിന്നീട് ഇതൊക്കെ വികസിച്ച് മൺപാത, അതായത് മണ്ണ് ഉള്ള ഒരു മൺപാത എന്ന് പറഞ്ഞാൽ അവിടെ ടാറൊന്നും ചെയ്തിട്ടില്ലാത്ത സാധാരണ ഒരു മൺപാത, അതിലൂടെ ഒരുപാട് പേർക്ക് നടക്കാം. പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റോൺ പാവ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ കല്ല് പാകിയ പാത. അതായത് കല്ലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കല്ലൊക്കെ പാകിയിരിക്കുന്ന വഴി. അപ്പോൾ വഴി എങ്ങനെയാണ്, അതായത് സഞ്ചാരപാതകൾ എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നുള്ള ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. Single track paths and mud paths were used for transportation in ancient times. Over the passages of time, stone paved paths, concrete roads and tarred roads came into existence. അതായത് ഈ ഒറ്റടിപ്പാതകളും മൺപാതകളും ഒക്കെയാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാലക്രമേണ അത് എന്തായി? കല്ല് പാകിയ പാതകളും പിന്നെ കോൺക്രീറ്റ് പാതകളും പിന്നെ ടാർ ചെയ്ത പാതകളും വഴികളൊക്കെ നിലവിൽ വന്നു. മക്കാദം റോഡ്സ്. എന്താണ് മക്കാദം റോഡ്സ്? സ്കോട്ടിഷ് എഞ്ചിനീയർ JLMC ആദം pioneered the modern type of road construction around 1820. The roads constructed using crushed stones leveled by road roller machines are known as മക്കാദം റോഡ്സ്. എന്താണ് മക്കാദം റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്കാദം ആണ് ആധുനിക രീതിയിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ആരാണ് ആധുനിക രീതിയിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്? JL മക്കാദം. അദ്ദേഹം ഒരു സ്കോട്ടിഷ് എഞ്ചിനീയറാണ്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക്കാദം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കരിങ്കൽ കഷ്ണങ്ങളൊക്കെ നിരത്തി ഈ റോഡ് റോളർ മെഷീനൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾ മക്കാദം റോഡുകളെന്ന് അറിയപ്പെടുന്നു. Our country has a wide network of roads consisting of rural roads, state highways, national highways and express highways. India has the second largest network of roads in the world. Road transport plays an important role in ensuring the socio-economic growth of a country. എന്താണ് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ ഒരു റോഡ് ശൃംഖല തന്നെയുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. നല്ല നല്ല റോഡുകളുണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തികമായിട്ടും പുരോഗതിയൊക്കെ ഒരു രാജ്യത്തിനുണ്ടാവുകയുള്ളൂ അല്ലേ? നെക്സ്റ്റ്, മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ. ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. എന്താണ് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ? സുവർണ ചതുഷ്കോണം. It is a network of national highways that connect India's major industrial agricultural hubs. This route passes through Delhi, Kolkata, Mumbai, Chennai and covers 12 states. എന്താ പറയുന്നത്? സുവർണ
ചതുഷ്കോണം ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. അതായത് മേജർ ഹൈവേ ആയിട്ട് ഇന്ത്യയിലെ ഒരു മേജർ ഹൈവേ ആണത്. അടുത്തത് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്, അതായത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ദി നോർത്ത് സൗത്ത് കോറിഡോർ കണക്ട്സ് ശ്രീനഗർ വിത്ത് കന്യാകുമാരി ആൻഡ് ദി ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ട്സ് സിൽച്ചർ വിത്ത് പോർബന്ദർ. അപ്പോൾ എന്താ പറയുന്നത്, വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി, ശ്രീനഗർ എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൻ്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ് അല്ലേ. ഈ ശ്രീനഗറിനെ കന്യാകുമാരിയുമായി കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ, പിന്നെന്താണ് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. അടുത്തത് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദി പിക്ചേഴ്സ് ഷോയിങ് ദി എവല്യൂഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസ്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് റിഗാർഡിംഗ് ദി ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ആൻഡ് റോഡ്സ്, ഓൾഡ് ആൻഡ് ന്യൂ. മേക്ക് ആൻ ആൽബം ആൻഡ് ഡിസ്പ്ലേ ഇൻ ദി ക്ലാസ്. അപ്പോൾ ഈ ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ പരിണാമം, അതായത് അത് വികസിച്ച് വരുന്നത്, അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കണം. ചക്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. പിന്നെയോ പഴയതും പുതിയതുമായ വിവിധ വാഹനങ്ങളുടെയും പാതകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്, അതായത് റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ. എത്ര പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്? 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, താരതമ്യേന ചിലവ് കുറവാണ് അല്ലേ റോഡിലൂടെയുള്ള യാത്ര. അതായത് ബസ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് അധികം പൈസയൊന്നും ആവില്ല. പിന്നെയോ അക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഈ റോഡ് ഗതാഗതം അവർക്ക് ഈസിയാണ്, എളുപ്പമാണ്. എല്ലാവർക്കും തന്നെ ഈ റോഡ് വഴിയുള്ള ബസ്സുകളിൽ സഞ്ചരിക്കാം. ബസ്സുകൾ മാത്രമല്ല എല്ലാ വാഹനങ്ങളിലും. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്, അതായത് ഷോർട്ട് ട്രിപ്പ് പോകാൻ, ചെറിയ ട്രിപ്പൊക്കെ പോകാനായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് ഈ റോഡ് ട്രാൻസ്പോർട്ട് അഥവാ റോഡ് ഗതാഗതമാണ്. അടുത്ത 2 പോയിന്റ് എന്ത് ചെയ്താൽ നമുക്ക് റോഡ് മാർഗം ഉള്ള യാത്ര തന്നെയാണ് എപ്പോഴും സുരക്ഷിതത്വം അല്ലേ. കുറച്ചും കൂടെ സേഫ് എന്ന് വരുന്നത് റോഡ് മാർഗമാണ്. ട്രാവലിംഗ് ബൈ റോഡ് ഈസ് സേഫർ. പിന്നെയോ നമുക്ക് ഉൾനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് എപ്പോഴും നല്ലത് ഈ റോഡ് തന്നെയാണ്. റോഡ് ഇസ് ദി ബെസ്റ്റ് വേ ടു റീച്ച് ദി ഇൻലാൻഡ് ഏരിയാസ്. അപ്പോൾ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേരാൻ എപ്പോഴും നല്ലത് റോഡ് മാർഗം തന്നെയാണ്. അടുത്തത് റെയിൽ ട്രാൻസ്പോർട്ട്, റെയിൽ ഗതാഗതം. The sight of a train arouses the curiosity of people of all age groups. It is the fastest mode of transport on land. The railway system was launched first in Britain. The locomotive train came into being with the invention of steam engine in 1825. George Stephenson built the first locomotive train engine in Britain. Coal was used as fuel to run it. Later, due to technological advancements, diesel engines and electric engines came into existence. എന്താ പറയുന്നത്, ഈ തീവണ്ടി എന്ന് പറയുന്നത് അല്ലേ, ഈ തീവണ്ടി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരു ക്യൂരിയോസിറ്റി തോന്നും അല്ലേ. നമുക്ക് തീവണ്ടി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അത്ഭുതമാണ്. ഇത്രയും നീളത്തിലുള്ളൊരു വാഹനം ഇങ്ങനെ പാളത്തിലൂടെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു ക്യൂരിയോസിറ്റി, ഒരു കൗതുകം തോന്നും. കരയിലെ ഏറ്റവും വേഗമുള്ള ഒരു ഗതാഗത സംവിധാനമാണിത് അല്ലേ. ഈ കരയിലൂടെ ഓടുന്ന ഏറ്റവും വേഗമുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണിത്. ഇത് ആരംഭിച്ചത് ബ്രിട്ടനിലാണ് ഈ റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ്. അതായത് ആവിയന്ത്രം കണ്ടുപിടിച്ച സമയത്ത് അതോടുകൂടിയാണ് ലോക്കോമോട്ടീവ് തീവണ്ടി എന്നൊരു ആശയം ഉദിച്ചത്. അങ്ങനൊരു
തീവണ്ടി ഉദയം ചെയ്തത്, ലോക്കോമോട്ടീവ് എന്നൊരു തീവണ്ടി ഉദയം ചെയ്തത് ഈ ആഭ്യന്തരത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അപ്പോൾ 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനം, ഇതിൻ്റെ ഇന്ധനം എങ്ങനെയായിരുന്നു? കൽക്കരിയാണ്, കോളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പിൽക്കാലത്ത് സാങ്കേതിക വിദ്യകളൊക്കെ പുരോഗമിച്ചപ്പോൾ ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. ഇപ്പോൾ നിലവിൽ ഓടുന്നത് ഇലക്ട്രിക് ട്രെയിനാണ് ഇപ്പോൾ നിലവിൽ ഓടുന്നത്. നെക്സ്റ്റ്, ഇൻ 1825 the world's first railway track was built connecting the cities of Stockton and Darlington in England. The world's rail transport commenced by running the locomotive Stephenson Rocket built by George Stephenson on this track. എന്താണ് പറയുന്നത്? 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 1825. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്ത് റെയിൽവേ ഗതാഗതത്തിന് തുടക്കമിട്ടത്. അപ്പോൾ ലോക്കോമോട്ടീവ്, അതായത് ഈ ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസ് റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് എഞ്ചിൻ, അതായത് തീവണ്ടിയുടെ ഉദയം ആ സമയത്തായിരുന്നു. അതായത് തീവണ്ടിക്ക് മുമ്പ്, ഇപ്പോഴത്തെ തീവണ്ടി കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചും കൊണ്ടാണ് റെയിൽ ഗതാഗതത്തിന് തുടക്കമിട്ടത്. അടുത്തത് എന്താണ്? കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? വിവിധ കാലഘട്ടങ്ങളിലൂടെയുള്ള തീവണ്ടിയുടെ ചിത്രങ്ങളാണത്. അത് നോക്കാം. പിക്ചേഴ്സ് ഓഫ് ട്രെയിൻസ് ഇൻ ഡിഫറെൻറ്റ് ഇറാസ്, അതായത് വിവിധ കാലഘട്ടങ്ങളിലൂടെയുള്ള തീവണ്ടിയുടെ ചിത്രങ്ങൾ. ഒന്നാമത്തെ ഏതാണ്? നിങ്ങളത് നിരീക്ഷിക്കണം. ഒബ്സർവ് ദി പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിൻസ് ഓഫ് ഡിഫറെൻറ്റ് ഇറാസ്. അപ്പോൾ അത് നിരീക്ഷിച്ചിട്ട് വിവിധ കാലഘട്ടങ്ങളിലെ തീവണ്ടിയുടെ സവിശേഷതകൾ എഴുതണം. ഒന്നാമത്തെ എന്തായിരിക്കും? ദി ട്രെയിൻ ക്യാരി കോൾ, അതായത് കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടിയാണ് അല്ലേ? അതായത് കൽക്കരി കൊണ്ടുപോകുന്നുണ്ടോ? അതായിരുന്നു ആദ്യത്തെ തീവണ്ടിയുടെ രൂപം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ പിക്ചർ നോക്കിയിട്ട് എന്തായിരുന്നു? എ ഹോഴ്സ് ഡ്രോൺ ട്രെയിൻ ഓൺ എ സ്പെഷ്യൽ ട്രാക്ക് അല്ലേ? എന്തായിരുന്നു അത്? ഒരു പ്രത്യേക പാളത്തിലൂടെ ഈ കുതിരകൾ വലിച്ചും കൊണ്ട് പോകുന്ന തീവണ്ടി. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? മൂന്നാമത്തെ ചിത്രത്തിൽ കോൾ കാർട്ട് യൂസ്ഡ് ഫോർ ട്രാവൽ, അതായത് ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന കൽക്കരി വണ്ടി അന്ന് കൽക്കരി ഉപയോഗിച്ചായിരുന്നു തീവണ്ടി ഓടിച്ചത്. ആ തീവണ്ടിയുടെ ചിത്രമാണ് മൂന്നാമത്തെ പിക്ചറിൽ. കോൾ കാർട്ട് യൂസ്ഡ് ഫോർ ട്രാവൽ, യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന കൽക്കരി വണ്ടി. പിന്നെ നാലാമത്തെ എന്താണ്? നാലാമത്തെ ഡീസൽ പവേഡ് വെഹിക്കിൾ, അതായത് ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വണ്ടി. പിന്നെ എന്താണ്? അഞ്ചാമത്തെ എന്താണ്? ഇലക്ട്രിക് ട്രെയിൻ അല്ലെ? അഞ്ചാമത്തെ ഇലക്ട്രിക് ട്രെയിനാണ്. ആറാമത്തെ എന്താണ്? ബുള്ളറ്റ് ട്രെയിൻ. ഇപ്പോൾ ചിത്രം നിരീക്ഷിച്ച് എഴുതുക. അടുത്തത്, ഇറ്റ് വാസ് ദി ബ്രിട്ടീഷ് ഹു സ്റ്റാർട്ടഡ് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ദേ ട്രാൻസ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ബൈ സീ. Rail transport in India was started as a means to transport these goods and natural resources to the ports. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നല്ലോ ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. അന്ന് തീവണ്ടി വരുന്നതിന് മുമ്പ് കടൽ മാർഗം, കപ്പൽ വഴിയായിരുന്നു യൂറോപ്പിലേക്ക് ഈ റോ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരുന്നത്, അതായത് അസംസ്കൃത വസ്തുക്കളൊക്കെ. പിന്നെ ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം, അതായത് ഇത് പോർട്ടിലേക്ക് എത്തിക്കണമല്ലോ, തുറമുഖത്തിലേക്ക് ഇതൊക്കെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് അതായത് ഈ തുറമുഖം വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗതത്തിന്
റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യാസ് ഫസ്റ്റ് റെയിൽവേ ബോംബെ നവ് മുംബൈ ടു താനെ 1853. അടുത്ത പിക്ചർ ഫസ്റ്റ് റെയിൽവേ ഇൻ കേരള ഫ്രം ബേപ്പൂർ ടു തിരൂർ 1861. അതായത് ആദ്യത്തെ പിക്ചർ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ, ഇപ്പോൾ ബോംബെയുടെ പേര് മുംബൈ എന്നാണ്. അപ്പോൾ അത് മുംബൈ മുതൽ താനെ വരെ 1853 ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്. 1853 1853 മുംബൈ ടു താനെ. പിന്നെ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. അത് 1861 1861 അത് നിർമ്മിച്ചത്. The railways is the mode of transport that the people mainly rely on for their daily travel, transportation of goods and leisure trips. A broad and extensive railway network exists in India. India is one of the countries with the longest railway system in the world. The metro rail system has been launched in major cities of India to improve transport facilities and reduce air pollution. എന്താ പറയുന്നത്, പ്രധാനമായിട്ട് ചരക്ക് നീക്കത്തിനും ദിവസമുള്ള യാത്രയ്ക്കും ആണ് ജനങ്ങൾ പ്രധാനമായിട്ടും ഈ റെയിൽവേനെ ആശ്രയിക്കുന്നത്. അപ്പം നമ്മുടെ ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യക്കുണ്ട് അല്ലേ. വളരെ വിപുലമായിട്ടുള്ള ഒരു റെയിൽവേ ശൃംഖല ഇന്ത്യക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്ന് നമ്മുടെ ഇന്ത്യയാണ്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ മെട്രോ റെയിൽ വന്നത് എന്തിനാ? ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും പിന്നെ അന്തരീക്ഷത്തിലെ മലിനീകരണമൊക്കെ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് നഗരങ്ങളിൽ, അതായത് സിറ്റീസുകളിൽ മാത്രമേ ഉള്ളൂ മെട്രോ. അപ്പോൾ മെട്രോ റെയിൽ എന്താണെന്ന് നോക്കാം. മെട്രോ റെയിൽ വാസ് സ്റ്റാർട്ടഡ് ടു സോൾവ് ദി ട്രാഫിക് ഇഷ്യൂസ് ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. Metro rail system exists in all the major cities of India including Kolkata, Delhi, Mumbai, Bengaluru, Chennai and Kochi. അപ്പോൾ ഈ വലിയ വലിയ നഗരങ്ങളാണ് ഈ പറയുന്ന ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, കൊച്ചി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഗതാഗത കുരുക്കായിരിക്കും, എപ്പോഴും ബ്ലോക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനമുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലുമുണ്ട് അല്ലേ. ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങൾ കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി ഇവിടങ്ങളിലാണ് നിലവിൽ മെട്രോ റെയിൽ ഉള്ളത്. നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്, റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ നോക്കാം. എന്തൊക്കെയാണ് റെയിൽ ഗതാഗതത്തിൻ്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ? ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ, അതായത് കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഗതാഗത മാർഗമാണ്. ബസ്സിലൊക്കെ നമുക്ക് ഒരു മിനിമം എണ്ണമുണ്ടല്ലേ, അതിൽ കൂടുതൽ പേർക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം. പിന്നെ ചിലവും കുറഞ്ഞതാണ്. പിന്നെ ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്, കൂടുതൽ ചരക്ക് നീക്കത്തിന്, ഒരുപാട് ചരക്കുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനും സാധിക്കുന്നു. പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഗ്രോത്ത് ഓഫ് ഇക്കണോമിക് സിസ്റ്റം, ഈ സമ്പദ് വ്യവസ്ഥ അതായത് ഇക്കണോമിക് സിസ്റ്റം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കും വഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏത് ചേർക്കണം, നമുക്ക് ഏത് ചേർക്കാം? അടുത്ത പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? നമുക്ക് ഒരുപാട് പോയിന്റുകളുണ്ട്. കാർഷിക വിപണി വ്യാപകമാക്കി കാർഷിക മേഖലയെ സഹായിക്കുന്നുണ്ട്. മാനവ വിഭവശേഷിയുടെ ചലനാത്മകത വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ചരക്ക് നീക്കത്തിൻ്റെ ഫലമായിട്ട് വ്യാപാരത്തിൽ വികാസം ഉണ്ടാകുന്നുണ്ട്. അതായത് ട്രേഡിൽ ചരക്ക് നീക്കങ്ങളൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അപ്പോൾ അത് എഴുതി വയ്ക്കുക. ചരക്ക് നീക്കത്തിൻ്റെ ഫലമായിട്ട് വ്യാപാരത്തിൻ്റെ വികാസം എഴുതി വയ്ക്കുക. എന്താണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്? ഒബ്സർവ് ദി ട്രാൻസ്പോർട്ട് മാപ്പ് ഓഫ് കേരള ഗിവൺ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ, പേജ് 131. List out the districts without rail transport in your notebook.
ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് 131 പേജിൽ നൽകിയിട്ടുള്ള കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം മാപ്പ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? റെയിൽ ഗതാഗതം, അതായത് റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ കണ്ടെത്തി എഴുതണം. നമ്മുടെ കേരളത്തിൽ റെയിൽ ഗതാഗതമില്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത് 2 ജില്ലകളാണ്, ഇടുക്കി, വയനാട്. ഇടുക്കിയിലൂടെ വയനാട്ടിലൂടെ റെയിൽപാളങ്ങൾ പോയിട്ടില്ല. നെക്സ്റ്റ് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട്, അതായത് ജലഗതാഗതത്തിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ്. ഒബ്സർവ് ദി പിക്ചേഴ്സ്, ചിത്രങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുക. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? അതായത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഈ വാട്ടർ ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത്, ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്? എന്തിനൊക്കെയാണ്? ട്രാവൽ അല്ലേ, നമുക്ക് യാത്രകൾ ചെയ്യാൻ, സഞ്ചരിക്കാൻ. പിന്നെ എന്ത് ചെയ്താം? ഫോർ ഫിഷിംഗ് അല്ലേ, അതായത് മീൻപിടുത്തത്തിന്. പിന്നെയോ ഫോർ ടൂറിസം, അതായത് ടൂറിസത്തിന് വേണ്ടിയിട്ട്. പിന്നെയോ ഫോർ അഡ്വഞ്ചർ, പിന്നെ സാഹസിക വിനോദം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ട്രാവൽ, ഫോർ അഡ്വഞ്ചർ, ഫോർ ഫിഷിംഗ്, ഫോർ ടൂറിസം. ഇനിയുണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. What could have been the circumstances that led humans to discover the mode of water transport? ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തിനായിരിക്കും മനുഷ്യനെ ഈ ജലഗതാഗതം കണ്ടെത്താൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്? ജലഗതാഗതം എന്ന് പറയുന്നത് മറ്റ് ഗതാഗതങ്ങളെ അപേക്ഷിച്ച് എല്ലാം ചിലവ് വളരെ വളരെ കുറവുള്ള ഒരു സംവിധാനമാണ്. പിന്നെയോ കൂടുതൽ ചരക്കുകളൊക്കെ കൊണ്ടുപോകുവാൻ സഹായിക്കും. പിന്നെ എന്താണ്, മനുഷ്യർക്കൊന്നും ഈ ജലാശയങ്ങൾ അങ്ങനെ മുറിച്ച് വലിയ ജലാശയങ്ങൾ നീന്തി കിടക്കാനൊന്നും സാധിക്കില്ല. നീന്തി കിടക്കാനെന്നല്ല, മുറിച്ചെടുക്കാനായിട്ട് അത് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ജലഗതാഗതം എന്നൊരു ആശയം വന്നു. പിന്നെ എന്താണ്, ഈ റെയിൽവേയും റോഡും ഒക്കെ വരുന്നതിന് മുമ്പ് മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം നടത്തിയിരുന്നത് ഈ ജലഗതാഗത മാർഗങ്ങളിലൂടെയായിരുന്നു അല്ലേ. പിന്നെ കടലിലെയും കായലിലെയും പുഴയിലൂടെയൊക്കെ ജലാശയങ്ങളിലെ വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുവാനും കൂടി ഈ ജലഗതാഗതം കണ്ടുപിടിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു. ഇനി the situations in which humans and animals were not able to cross water bodies might have led to the concept of water transport. Humans who used rafts and logs made canoes by hollowing out the pith of logs by burning them. Later, the invention of appropriate tools made canoe making easy. Gradually, various types of boats and sailing ships were built. This further improved water transport. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ നീന്തി കിടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മുറിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികളെല്ലാം നിർമ്മിച്ചിരുന്നത്. തോണികൾ എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് നിർമ്മിച്ചിരുന്നത്? അതായത് ഈ മരത്തിൻ്റെ തടിയുടെ മധ്യത്തെ ഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കി, കണ്ടോ, പിച്ച് കൊടുത്തിരിക്കുന്നുണ്ട് ആദ്യകാലത്തെ തോണിയുടെ. അങ്ങനെയാണ് ആദ്യമൊക്കെ തോണി നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ, ആ തോണി നിർമ്മാണം പിന്നെ എളുപ്പമാക്കി. പിന്നീട് പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളൊക്കെ നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, വിച്ച് ആർ ദി വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യു ഹാവ് ട്രാവൽഡ് ഓൺ? നിങ്ങൾ ഏതൊക്കെ ജലഗതാഗത വാഹനങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്? നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതി വയ്ക്കുക. നിങ്ങൾ ഏതെങ്കിലും വെള്ളത്തിലൂടെയുള്ള യാത്ര നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അത് നടത്തിയിട്ടുണ്ട് എഴുതി വയ്ക്കുക. ബോട്ട് അല്ലേ, ബോട്ടിലൂടെ സഞ്ചരിക്കാം. ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, ഷിപ്പ്, ഇതെന്താണെന്ന് വെച്ചാൽ എഴുതുക. മേക്ക് മോഡൽസ് ഓഫ് വേരിയസ് വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യൂസിങ് അവൈലബിൾ ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദം ഇൻ ദി ക്ലാസ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ഈ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ, അതായത് ഓല, പേപ്പർ അങ്ങനെയൊക്കെയുള്ള ഉപയോഗിച്ച് ജലഗതാഗത വാഹന മാതൃകകൾ നിർമ്മിക്കണം. എന്നിട്ടത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം.
Mesopotamian people used watercraft such as ships for trade. They built boats of various sizes that were propelled by oars and long poles. These were used for goods transport and navigation. ഈ മെസപ്പൊട്ടാമിയൻ ജനത ഈ കച്ചവട രംഗത്തൊക്കെ കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. തുഴകളാലും നീളം കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്ക് നീക്കത്തിനും സഞ്ചരിക്കുന്നതിനൊക്കെ ഈ ജലയാനങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. Remnants of dockyards have been found at Lothal in Gujarat, a site of the Indus Valley civilization. The insignia of both were traced on seals excavated from Lothal and Mesopotamian seals found at Harappa. From this, it is evident that water transport existed then. എന്താണ് പറയുന്നത്? സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ്. ഗുജറാത്തിലെ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ എന്നുവെച്ചാൽ ഡോക്യാർഡ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടാമിയ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അടുത്തത്, വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു, inland and maritime. Before the advent of railway, inland water transport was the main mode of transport in India. Inland water transport developed in areas where there were plenty of rivers and backwaters. Later, canals were constructed for this purpose. ഈ ജലഗതാഗതത്തെ അതായത് വാട്ടർ ട്രാൻസ്പോർട്ടിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ഇൻലൻഡ് ആൻഡ് മാരിടൈം അതായത് ഉൾനാടൻ ജലഗതാഗതം, പിന്നെ മാരിടൈം സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. അതായത് ഉൾനാട്ടിലൂടെ എന്ന് പറഞ്ഞാൽ ഉൾനാടൻ ജലഗതാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽവേക്ക് വരുന്നതിന് മുമ്പ് എല്ലായിടത്തും വന്ന് കനാലും ചെറിയ ചെറിയ തോടുകളും അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ ഈ വഞ്ചിയിലും വള്ളത്തിലൊക്കെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ നദികളും കായലും ഒക്കെ ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഈ ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചിരുന്നതെന്ന്. അതായത് കുട്ടനാട്, ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങൾ, ഒരുപാട് നദികളും കായലുകളുള്ള സ്ഥലങ്ങളിൽ. പിൽക്കാലത്ത് ഈ ഉൾഗതാഗതത്തിന് വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. ഇനി എന്താണ്? ഇൻലാൻഡ് വാട്ടർവേസ് ഓഫ് കേരള, കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ. നാഷണൽ വാട്ടർവേ നമ്പർ 3 ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം ആൻഡ് കനോലി കനാൽ ഫ്രം കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ are the two important inland waterways in Kerala. Until the railway system got strengthened, goods transport was mainly dependent on these waterways. Nowadays, inland waterways attract considerable number of tourists. എന്താണ് പറയുന്നത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഇൻലാൻഡ് മാർഗങ്ങൾ, ജലഗതാഗത മാർഗങ്ങൾ എന്ന് പറയുന്നത്. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായിട്ടും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളെയൊക്കെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, പിന്നെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇൻലാൻഡ് വേസ് പഠിച്ച് വയ്ക്കുക, ഇൻലാൻഡ് വാട്ടർ വേസ് പഠിച്ച് വയ്ക്കുക 2. നെക്സ്റ്റ്, Europeans gave importance to water transport to improve trade with India. Earlier, Europeans built canals as a means to transport coal to cities. Gradually, such canals began to be used mainly for water transport. Kanoli Canal, Parvatiputhanar, etc. are some of the canals built in Kerala. Alappuzha, known as the Venice of the East,
ഹാസ് മെനി കനാൽസ്. എന്താണ് പറയുന്നത്? ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ ജലഗതാഗതത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് അവർ ആദ്യകാലത്തെ കനാലുകളൊക്കെ നിർമ്മിച്ചിരുന്നത്. പിന്നീട് ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ എന്നിവ. ഇപ്പോൾ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകൾ ഏതൊക്കെയാണ്? കനോലി കനാൽ ആൻഡ് പാർവതി പുത്തനാർ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. അപ്പോൾ ആലപ്പുഴ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കിഴക്കിൻ്റെ വെനീസ് എന്നാണ് അറിയപ്പെടുന്നത്. നോൺ ആസ് ദി വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. കനോലി കനാൽ. H.V. Canoli, the district collector of Malabar during the British rule, proposed a broad waterway from Kozhikode to Kodungallur in 1845. Later canals were built connecting the rivers up to Kodungallur, including Ponnani and Chavakat regions. This waterway thereafter was known as the Canoli Canal. എന്താണ് പറയുന്നത്? കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന H.V. കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായൊരു ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ കളക്ടറാണ് H.V. കനോലി അല്ലേ? 1845 ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി അങ്ങനെ നിർമ്മിച്ച കനാലാണ് കനോലി കനാൽ. പാർവതി പുത്തനാർ. പാർവതി പുത്തനാർ ഇസ് എ കനാൽ കണക്റ്റിംഗ് വേളി, കഠിനംകുളം ബാക്ക് വാട്ടേഴ്സ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. ഈ പാർവതി പുത്തനാർ എന്ന് പറയുന്ന കനാലോ അത് തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനകുളം, കായനകുളം, അത് വേളിക്കായലും കഠിനകുളം കായലും ഇവ രണ്ടിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ്. അതാണ് പാർവതി പുത്തനാർ. In the past, international travel and goods transport were mostly dependent on maritime transport. The invention of sailing ships navigated with the help of wind has improved maritime transport that made an increase in the number of voyages to other countries. With the invention of steam engine, steam-powered sailing ships were built and sea voyage became safer. Later, fuel-powered ships came into being. അതായത് പണ്ട് മുൻകാലങ്ങളിലൊക്കെ രാജ്യാന്തര യാത്രകൾക്ക്, അതായത് രാജ്യം വിട്ട യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതമായിരുന്നു, മാരിടൈം ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. ആ സമയത്ത് ഈ കാറ്റിൻ്റെ ദിശ അറിഞ്ഞുകൊണ്ട് ദിശ അറിഞ്ഞ് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അത് ഈ മാരിടൈം ട്രേഡിനെയൊക്കെ ബലപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിച്ചു. പിന്നീട് ആവിയന്ത്രം കണ്ടുപിടിച്ചു, ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിച്ചു. പിന്നെ കടൽ യാത്രയ്ക്ക് കൂടുതൽ സുരക്ഷിതമായി പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള കപ്പലുകളും ഫ്യൂൽ ഉപയോഗിച്ചുള്ള കപ്പലുകളൊക്കെ നിർമ്മിക്കപ്പെട്ടു. ഇന്ന് നമുക്ക് ക്ലാസ് തീർക്കാം. ഇനി അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.